ഇവിടെ വന്ന് കുത്തിയിരിക്കണോ നിങ്ങളെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നെ, ഞാനൊരു മന്ത്രിയാണ്. എന്റെ സ്ഥാനത്തേക്ക് നീ ഒന്ന് ബഹുമാനിക്കണം. വീട്ടിൽ ഞാനാണ് പ്രധാനമന്ത്രി, മനസ്സിലായോ? ഉടൻ തന്നെ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേക്കണം. ആ കള്ളനെ കണ്ടെത്തുന്നത് വരെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഹലോ. എന്തു പറ്റി മഹാരാജാവേ? ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്താം. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. കുട്ടികളെ, ഉടൻ തന്നെ പുറപ്പെടൂ. എന്തു പറ്റി മാഡം? എന്തിനാ ഞങ്ങളെ വിളിച്ചത്? കുട്ടികളെ, നമ്മൾ ഉടൻ തന്നെ മഹാരാജാവിന്റെ അടുത്തേക്ക് പോണം. കന്ന സാറിനെയും വിളിച്ചോളൂ. അല്ല, മഹാരാജാവ് എന്തിനാ നമ്മളെ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞത്? ആ, വേഗം വാ, വേഗം വാ. മഹാരാജാവേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ തീർച്ചയായും വധിക്കും. ഞങ്ങൾ എന്തിനാ വധിക്കുന്നത്? നിങ്ങളെയല്ല, ഞാൻ വധിക്കാൻ പോകുന്നത് എന്റെ കിരീടം മോഷ്ടിച്ച ആളെയാണ്. അങ്ങയുടെ കിരീടം ആരാണ് മോഷ്ടിച്ചത്? അതറിയില്ല. പിന്നെ എങ്ങനെയാണ് അവരെ വധിക്കാൻ കഴിയുക? അവർ പിടിക്കപ്പെട്ടാൽ ഉടൻ വധശിക്ഷയായിരിക്കും. ആ മോഷ്ടാവിനെ പിടിക്കാനാ ഞാൻ നിങ്ങളെ വരുത്തിച്ചതാ. മുൻപ് നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അവനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. കളവ് പോയത് മഹാരാജാവിന്റേതല്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഉപകാരമായിരിക്കുക? കാരണം ആ കള്ളൻ അന്തപ്പുറത്തുനിന്ന് കണ്ണാടി അടിച്ചോണ്ട് പോയി. എന്റെ നെക്ലേസും കാണാനില്ല. എന്റെ സ്വർണ്ണവാളും കൊണ്ടുപോയി. അലക്കിയപ്പോൾ തുണിയുടെ നിറം പോയി. നിങ്ങൾ അറിയാതെ തന്നെ ഇത്രയും സാധനങ്ങൾ മോഷണം പോയി. അടികൈ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സമയവും സന്ദർഭവും കണ്ട് സംസാരിക്കാൻ പഠിക്കും. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടുപിടിക്കാം ആ കള്ളൻ ആരാണെന്ന്. അടികൈ. താങ്ക് യു. താങ്ക് യു. കള്ളൻ ആരാണെങ്കിലും സ്പെഷ്യൽ കള്ളൻ തന്നെയാ. അതിന്റെ അർത്ഥം അവൻ സ്വർണ്ണവും രത്നം മോഷ്ടിക്കുന്നവനാ. ഇതിനെ കുറിച്ച് ഞാൻ ഒട്ടും ആലോചിച്ചില്ല. കള്ളൻ എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടിയത്? അതും ഇത്രയും അധികം ആളുകളുള്ള ഈ സ്ഥലത്ത്. ഇങ്ങനൊരു സംഭവം ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനൊരു സ്പെഷ്യൽ കള്ളനാണ്. എന്തൊക്കെയാണെങ്കിലും ശരി മഹാരാജൻ, അവനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. ഇപ്പോൾ എന്തായാലും രാത്രിയായി കഴിഞ്ഞു. ഇന്ന് അതിഥികൾ ഇവിടെ തന്നെ താമസിക്കട്ടെ. എന്ന് വിശ്രമിക്കൂ, നാളെ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് പറ്റി മാഡം? ആ കള്ളൻ എന്റെ സ്വർണ്ണ മോതിരം മോഷ്ടിച്ചുകൊണ്ട് പോയി. ജനാല വഴി രക്ഷപ്പെട്ടിരിക്കുക. ഞാൻ കണ്ടതാണ്. അവൻ തീർച്ചയായും കള്ളൻ തന്നെയാണ്. കഴുതേ, പിന്നെന്തിനാ നീ അവനെ വിട്ടുകളഞ്ഞത്? ഉടനെ പിടിക്കണ്ടായിരുന്നോ? അവന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. സംശയമുണ്ടോ? വേഗം വരൂ, കള്ളൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ മുഴുവൻ ഉടൻ തന്നെ അന്വേഷിക്കൂ. കള്ളൻ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. എല്ലാ സ്ഥലത്തും നോക്ക്. കള്ളൻ രക്ഷപ്പെടാൻ പാടില്ല. ഒരു മുറിയും വിടരുത്. എല്ലാ സ്ഥലത്തും അന്വേഷിക്കൂ. കൂട്ടുകാരെ, അങ്ങോട്ട് നോക്കൂ. കള്ളൻ ഇതാ അവിടെയുണ്ട്.
അപ്പൊ ഇവനാണ് കള്ളൻ, സംശയമുണ്ടോ? ഞാൻ കള്ളനല്ല. എന്റെ ഭാര്യയെ പേടിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അതെന്താ? എന്റെ ഭാര്യയുടെ രത്നമാല മോഷണം പോയിരിക്കുകയാണ്. അതാ ഞാൻ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, ഇവിടെ വന്ന് കുത്തിയിരിക്കണോ നിങ്ങളെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നെ, ഞാനൊരു മന്ത്രിയാണ്. എന്റെ സ്ഥാനത്തെങ്കിലും നീ ഒന്ന് ബഹുമാനിക്കണം. വീട്ടിൽ ഞാനാണ് പ്രധാനമന്ത്രി, മനസ്സിലായോ? ഉടൻ തന്നെ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേക്കണം. ആ കള്ളനെ കണ്ടെത്തുന്നത് വരെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കൊട്ടാരം മുഴുവൻ അന്വേഷിച്ചു, അവൻ എവിടെയും കാണാനില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അവനെ രക്ഷപ്പെടാൻ കഴിയുക? അവൻ രക്ഷപ്പെട്ടിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അവൻ ഇവിടെയുള്ള ആള് തന്നെയാ. എന്റെ പൊന്നെ, എത്രയും പെട്ടെന്ന് രാജാവിന് നല്ലൊരു വിദ്യ കാണിച്ചു കൊടുക്ക്. എന്നിട്ട് രാജാവിന് നന്നായിട്ടൊന്ന് ചിരിപ്പിക്കടാ എന്റെ ചക്കരെ. കലക്കിയടാ, അടിപൊളി അടിപൊളി. വിദൂഷക, മോഷണ മുതലുകൾ തിരിച്ചു കിട്ടാതെ എനിക്ക് ചിരിക്കാൻ കഴിയുകയില്ല. എടാ, എന്റെ കണ്ണാടി ഇങ്ങ് തിരിച്ചു തന്നേ. ബിങ്കോ, രാജകുമാരിയുടെ കണ്ണാടി തിരിച്ചു കൊടുത്തേക്ക്. മഹാരാജാവേ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്റെ ഈ രത്നം അടിച്ചോണ്ട് പോകുമോ എന്ന്. സിംഹത്തിന്റെ ഗുഹയിൽ മുയൽ എങ്ങനെയാണ് ചെന്നത്? നിന്റെ കയ്യിൽ എങ്ങനെയാണ് രക്തം വന്നത്? അടികൈ. ഇതെനിക്ക് എന്റെ മുത്തശ്ശി തന്ന രത്നമാ മഹാരാജാവേ. ഇതങ്ങ് ഭദ്രമായി വെക്കണം. എന്റെ സാധനങ്ങൾ ഇതിനെ കളവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇതെങ്ങനെ ഭദ്രപ്പെടുത്താനാ? അതും ശരി തന്നെയാ. ഞാൻ ഈ രത്നം എന്റെ ടേബിളിന്റെ മേലെ വെച്ച് കിടന്നുറങ്ങാം. നിങ്ങളുടെ മുറിയിൽ ഞാൻ 10 സൈനികരെ കാവൽ നിർത്താം. 10 പേര് മുറിക്കകത്തുണ്ടെങ്കില് ഞങ്ങൾക്ക് ഉറക്കം വരികയില്ല, സംശയമുണ്ടോ? ഈ രത്നം ഭദ്രമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചുകൊള്ളാം. അതെ, പിന്നെ ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ഞാൻ ഇതിനെ എന്റെ ടേബിളിന്റെ പുറത്ത് വെക്കും. ടേബിളിന്റെ പുറത്ത്. ഇവനാണ് കള്ളൻ. കുരങ്ങനെ പിടിക്ക. കള്ളനെ പിടിക്ക. കള്ളനെ പിടിക്കണോ കുരങ്ങനെ പിടിക്കണോ? എടോ, കൊരങ്ങനാണ് കള്ളൻ. അവനെ ഉടനെ പിടിക്ക്, സംശയമുണ്ടോ? വേഗം ആ കൊരങ്ങനെ പിടിക്ക. ഇവിടെ എന്താണ് പ്രശ്നം? മഹാരാജാവേ, ആ കള്ളൻ ഈ കുരങ്ങനാണ്. വല കൊണ്ടുവരൂ. അപ്പോൾ കൊരങ്ങനാണ് കള്ളൻ. അല്ല, കള്ളൻ വിദൂഷകനാണ്. കൊരങ്ങനെ വെച്ച് മോഷ്ടിപ്പിക്കുന്നത് അദ്ദേഹമാണ്. എന്താ? വിദൂഷകന്റെ വീട് ഉടനെ പരിശോധിച്ചാൽ കളവ് പോയതെല്ലാം നമുക്ക് കിട്ടും. ആഹാ. ഉം. മഹാരാജാവേ, ഈ രാത്രിയിൽ അങ്ങെന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്? അത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കും. അന്വേഷിക്കൂ. ഇതെന്തൊക്കെയാണ് മഹാരാജാവേ? തീർച്ചയായും കിട്ടും മഹാരാജൻ. മഹാരാജാവേ, ഇതൊക്കെ എങ്ങനെയാണ് എന്റെ വീട്ടിൽ വന്നത്? നിന്നെ കുരങ്ങനെ വെച്ച് മോഷ്ടിച്ചിട്ട് നാടകം കളിക്കുന്നോ? ഞാൻ നിരപരാധിയാണ് മഹാരാജാവേ, നിരപരാധിയാണ്. ഇവനെ ഉടൻ തന്നെ തൂക്കിലേറ്റോ.
വേണ്ട മഹാരാജാവേ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മോഷ്ടിച്ചത് കുരങ്ങൻ തന്നെയാ. അതങ്ങനെ കൃത്യമായി പറയുന്നു. ഈ സാധനങ്ങളൊക്കെ അങ്ങ് തന്നെ നോക്കിയേ. ഇതിൽ മാലകളുണ്ട്, കിരീടമുണ്ട്, കണ്ണാടിയുമുണ്ട്. ഓ നീ എന്താണ് പറഞ്ഞു വരുന്നത് ബണ്ണി? മേഡം, ഈ കുരങ്ങനെ ജ്വലിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമാണ്. ജ്വലിക്കുന്ന ഏത് സാധനങ്ങൾ കണ്ടാലും ഇവൻ ഉടനെ എടുത്തുകൊണ്ടുവരും. അത് മാത്രമല്ല മഹാരാജാവേ, മോഷ്ടിക്കുന്ന സാധനങ്ങളുടെ മൂല്യവും ഇവൻ അറിയില്ല. ഇവനോട് ക്ഷമിച്ചേക്കൂ. ശരി, എന്തായാലും എന്റെ കിരീടം എനിക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവനോട് ക്ഷമിച്ചിരിക്കുകയാണ്. രാത്രി മാനത്തുദിക്കുന്നത് നക്ഷത്രമാണ്. ബണ്ണി, നീ ഒരു ഇന്റലിജന്റ് ആണ്. അടികൈ.